അതിനിടെ തൃശ്ശൂരിൽ നിന്ന് വരുന്ന വിവരം, കനത്ത മഴയിൽ തൃശ്ശൂർ മുള്ളൂർക്കരയിൽ വ്യാപക കൃഷിനാശമുണ്ടായിരിക്കുന്നു എന്നതാണ്. നരിപ്പറ്റ ബാബുവിന്റെ 150ഓളം വാഴകൾ കാറ്റിൽ നിലംപൊത്തി. ഓണവിപണി ലക്ഷ്യമിട്ട് കൃഷിയിറക്കിയ ചങ്ങാലിക്കോടൻ വാഴകളാണ് കാറ്റിൽ ഒടിഞ്ഞു വീണത്. ഓണവിപണിയായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. നല്ല രീതിയിൽ നല്ല ഈ ചങ്ങാലിക്കോടൻ വാഴയാണ്. 150ഓളം വാഴയുണ്ടെങ്കിൽ അതെല്ലാം നശിച്ചു പോയി. ഇനിയിപ്പോൾ ഓണവിപണി കൊടുക്കാനും ഇല്ല, എനിക്ക് പോലും ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. നല്ല രീതിയിലാണ് എല്ലാം വളർത്തി ഉണ്ടാക്കിയത്, കണ്ടാലറിയാലോ. സൂരജ് സജി വിവരങ്ങളുമായി. സൂരജ്, ഇന്നുണ്ടായ കാറ്റിലാണോ ഈ നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത്? വിവരങ്ങൾ എന്താണ്? അനുജ, ഇന്ന് പുലർച്ചെ ഉണ്ടായ മഴയിലും കാറ്റിലുമാണ് ഇത്തരത്തിൽ ഈ വാഴകൃഷി നശിച്ചിരിക്കുന്നത്. ഈ ഓണവിപണി ലക്ഷ്യമിട്ട് കൃഷി ഇറക്കിയതായിരുന്നു. ആ വാഴകളാണ് ഇത്തരത്തിൽ ഈ കനത്ത മഴയിലും അതുപോലെ തന്നെ കാറ്റിലും നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി അടക്കം നൽകിയിട്ടുണ്ട്, നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് വേണ്ടി. എന്തായാലും തൃശ്ശൂർ ജില്ലയുടെ വിവിധ മേഖലകളിൽ ഇന്ന് രാവിലെ എല്ലാം തന്നെ, അത് പകൽ സമയത്തും ഇപ്പോൾ ഈ കനത്ത മഴയാണ് തൃശ്ശൂരിന്റെ വിവിധ മേഖലകളിൽ തുടരുന്നത്. അത്തരത്തിൽ പുലർച്ചെ ഉണ്ടായ മഴയിലാണ് ഈ ചേലക്കരയിൽ ഇത്തരത്തിൽ സംഭവം ഉണ്ടായത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഓണവിപണി ലക്ഷ്യമിട്ട് കൃഷി ഇറക്കിയതായിരുന്നു. ആ വാഴകളാണ് ഇപ്പോൾ നശിച്ചിരിക്കുന്നത്. തൃശ്ശൂരിൽ വ്യാപക നാശനഷ്ടം ഇന്ന് രാവിലെ ഉണ്ടായ കാറ്റിലും മഴയിലുമാണ് 150ഓളം വാഴകൾ നശിച്ചത്. ഓണവിപണി ലക്ഷ്യമിട്ടിറക്കിയ നടത്തിയ കൃഷി, അതിനാണിപ്പോൾ നഷ്ടമുണ്ടായിട്ടുള്ളത്. കർഷകന്റെ ദുഃഖം അതാണ് സൂരജ് സജി പങ്കുവച്ചത്. നിലവിൽ പലയിടങ്ങളിലും മഴയുണ്ട്. ചില ഭാഗങ്ങളിലൊക്കെ മുക്കത്തൊക്കെ മഴ മാറിയിട്ടുണ്ട് എന്ന് പ്രേക്ഷകർ നമ്മളെ അറിയിക്കുന്നുണ്ട്. ഇടുക്കിയിൽ മഴ പെയ്യുന്നുണ്ട് എന്നത്, തൃശ്ശൂരിൽ മഴ തുടരുകയാണ് ഈ ഘട്ടത്തിൽ എന്നത് സൂരജ് സജിയും നേരത്തെ വിവരം നൽകി.